ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകുന്നു ഗൈസ്. എങ്ങോട്ട് ട്രിപ്പ് പോകുന്നു? ധീരെ ധീരെ ധീരെ. ട്രിപ്പിന് ആനയില്ല, ആനയ്ക്ക് എക്സാം ആണ്. ആന ഫുൾ ഡെഡിക്കേഷൻ പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ആന അതുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ഗൈസ്. നമ്മൾ മാത്രമാണ് ട്രിപ്പ് പോകുന്നത്. ഇത് കണ്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടാ ട്രിപ്പ് പോകുന്നേ? ഹന്ന വന്നിട്ട് ശരിക്കും പറഞ്ഞ 2 മാസമായി. 2 ആഴ്ചയിൽ പോകേണ്ട ആള് വാറ് കാരണം ടിക്കറ്റ് ക്യാൻസലായി. അടുത്ത ആഴ്ച പോവായിരിക്കും. വാറ് ഹന്ന, വാള് ഹന്ന. ഗൈസ്, ആണ് നമ്മള് തമിഴ്നാട് ഒരു ഉൾഗ്രാമത്തിലെത്തി ഗൈസ്. കറക്റ്റ് തമിഴ് വൈബ് കണ്ട. നമ്മള് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പോകുന്നത്. തമിഴ്നാട് വന്നാൽ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ് ഈ മലകൾ ഗൈസ്. നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ ഹന്ന ചേച്ചിന്റെ ബാഗിനകത്ത് കിട്ടും. ഹന്നച്ചി ഒരു സ്നാക്ക് തന്നെ. ഞാൻ കാറിടുന്ന ചില സാധനങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു, ബാഗ് നീ ഇങ്ങനെ എടുത്ത് തന്നോണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ലാസ്റ്റ് വെറുതെ ചോദിച്ചു, ഹന്നച്ചി നെക്ക് പില്ലോ തരും, അത് എടുത്തത് ബാഗിൽ നിന്ന്. ട്രിപ്പിന്റെ ബഡ്ജറ്റ് ഇത്തിരി കൂടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? 5 പേർക്ക് 3 ഗുഡ്. ഞാൻ അതുകൊണ്ടല്ലേ മനപ്പുറം വേണ്ടെന്ന് പറഞ്ഞ. നിന്റെ ഒരു സ്പൂൺ എന്താ ഗ്ലാസോടെ കൊടുക്കും, അതല്ലേ സ്നേഹം. നമ്മൾ തിരിച്ച് മധുരയിൽ വന്നിട്ട് മട്ടൻ ദോശ, മട്ടൻ ബിരിയാണി, മട്ടൻ കൊത്ത് പൊറോട്ട, മട്ടൻ 65 ഇല്ല ഫുഡ്, ഇവിടുത്തെ ഫുഡെല്ലാം. ആക്ച്വലി മധുര വഴി അല്ല പോവേണ്ടത്, നമ്മൾ മധുരയിൽ ഫുഡ് കഴിക്കാണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. മധുര വീരൻ താനേ. നമ്മൾ മധുരയിൽ മീനാക്ഷി ടെമ്പിളിന് അടുത്തുള്ള ഒരു കുളത്തിൽ വന്നു. മധുര കാണിക്കുമെങ്കിൽ ഈ സ്ഥലം കാണിക്കും. എല്ലാ സിനിമയും കൊണ്ട് നോക്കിയാൽ മതി എന്നാണ് സഞ്ജു പറഞ്ഞത്. ഞാനല്ല, സഞ്ജു പറഞ്ഞ. തെപ്പക്കുളം മധുരയുടെ ലാൻഡ്മാർക്ക്. മധുര വീരൻ താനേ. ഗൈസ്, നമ്മൾ നേരെ മധുരയിൽ നിന്ന് തഞ്ചാവൂർ വന്നു ഗൈസ്. ചെറിയ കോവില് ഞാൻ പിന്നെ ഇവിടെ മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് ഇവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇവരെ ഗൈഡാണ് ഞാൻ. കട്ടുറുമ്പിന് കല്യാണം, കട്ടുറുമ്പിന് കല്യാണം, പുട്ടുകുത്തണ ചെമ്മാനം, 10 പൃഥ്വിയ ചപ്പാത്തി, പപ്പാത്തി. ഇതാണ് ചെറിയ കോവിൽ. നമ്മൾ ആക്ച്വലി ഉച്ചക്കാണ് വന്നത്. രാവിലെ വന്നെങ്കിൽ ഇവിടെ കുറെ പ്രാവുകൾ പറക്കണ ഫുള്ള് കാണുമായിരുന്നു ഗൈസ്. ഇവിടെ രാത്രിക്ക് വന്നപ്പോൾ ഭയങ്കര വെയില്. ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് തന്നെ വലിയ എക്സ്പെക്ട് ഒന്നും ഇല്ലായിരുന്നു. നല്ല രസമാണ്. അമ്പലങ്ങളിലേക്ക് ഇടില്ല അമ്പലമാണ് ഗൈസ്. അമ്പലങ്ങളിൽ പെറിയ അമ്പലം. സാധനത്തിന് മുകളിൽ 80 ടൺ വെയിറ്റ് ആണ് ഇരിക്കണ ഗൈസ്. അത് ഒറ്റ കല്ലാണ്. അതെ, പണ്ട് എങ്ങനെ രാജാക്കന്മാരെ മുകളിൽ കയറ്റി വെച്ചോ. രാജാക്കന്മാരായിരിക്കത്തില്ലടാ, വലിയ ജോലിക്കാര്. അങ്ങനെ ഗൈസ്, അമ്പലത്തിലെല്ലാം കയറി നമ്മൾ നല്ല ശുദ്ധമായിട്ട് തിരിച്ചിറങ്ങുവാണ് ഗൈസ്. നല്ല വെയിലൊക്കെ കൊണ്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ ഇതിന് അമ്പലത്തിൽ നിന്ന് ഒരു വൈബ് കൊള്ളാം കേട്ടോ. ഇല്ലേ, അതായിട്ടില്ലേ അമ്പലത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ ഒന്ന് പള്ളിയിൽ പോയാ. അടുത്ത പള്ളിയിലൊന്ന് പോവാം. 12 മണിയായി ഗൈസ്. നമുക്ക് ആദ്യം എന്താ പറയാ, തമിഴ്നാട് വന്നാൽ കഴിക്കേണ്ടതാണ് ഗൈസ് ഇവിടുത്തെ മട്ടൻ. ഇവിടെ മട്ടൻ സ്പെഷ്യലാണ്. രാത്രി ഞങ്ങളൊരു മട്ടൻ കഴിച്ചു. സോ നമ്മൾ ഇന്ന് മട്ടൻ കുളമ്പ് കഴിക്കാം. മട്ടൻ കുളമ്പ് എനിക്ക് ഒരു കൂടി. നമ്മള് തമിഴ്നാട് വന്നാൽ മെർസലിന് വിജയമാണ്. ആടപ്പോ ഇത് ഊരിട്ടാ ഇനി പറ്റുന്നില്ല. ഇത് പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് മുണ്ട കൊടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഓണത്തിനെ കൊടുക്കുന്നത്. എനിക്ക് കയ്യിൽ കൊടുക്കാൻ അറിയത്തില്ല. ഞാൻ കോൺഫിഡൻസിൽ എടുത്തിട്ട് പോകുന്നു. ഈ ചൂടത്ത് ഐസ്ക്രീം. ആന ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? പക്ഷെ ആനയ്ക്ക് എക്സാം ആയതാണ് ഗൈസ്. ആന ഇത് കഴിഞ്ഞിട്ട് ആന നമ്മൾ അടുത്ത ട്രിപ്പ് കൊണ്ടുപോകും.
കഴിച്ചിട്ട് ഒരു വെങ്കായം എടുത്ത് കഴിക്കണം. ആദ്യമായിട്ടാണ് മട്ടൻ കുഴമ്പ് കഴിക്കുന്നത് കേട്ടോ. മട്ടൻ കുഴമ്പായിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. നാട്ടുകോഴിക്കുളമ്പ്. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണിയിലാണ് ഗൈസ്. നന്മയുടെ പാതയിൽ വന്നു. സത്യം പറഞ്ഞാൽ വേളാങ്കണ്ണിയിലാണ് വന്നത്. അതിനുശേഷമാണ് നമ്മൾ തഞ്ചാവൂർ കയറിയത്, മധുരൈ കയറിയത്. ആക്ച്വലി നമ്മുടെ പ്ലാൻ വേളാങ്കണ്ണിയിലാണ്. ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ജോഷായിട്ട് എന്നെ പറഞ്ഞു ഇവിടെ വേളാങ്കണ്ണി പോയാലോ. ഞാൻ പെട്ടെന്ന് വേളാങ്കണ്ണി പോയാലോ നേർച്ചയെന്ന്. എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു ഗൈസ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള നേർച്ച. ആ നേർച്ചയാണ് ഗൈസ് ഈ വീഡിയോയിലെ ക്ലൈമാക്സ്. സംഭവം നേർച്ച നേർന്ന കാര്യങ്ങളെല്ലാം നടന്നു, പക്ഷെ അതിനുശേഷം അത് സ്റ്റക്കായി നിൽക്കുന്നു. അപ്പൊ നേർച്ച ഫിൽ ചെയ്താൽ തന്നെ ബാക്കി നടക്കത്തുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അന്ന് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആ നേർച്ചയിലോട്ടങ്ങ് കിടക്കാം. നീ എന്തിനൊന്ന് ആ നേർച്ചയിൽ അങ്ങ് പങ്കുചേരാൻ. ഞാനാണ് ഫോഴ്സ് ചെയ്ത് ഇത് കുറെ നാളായിട്ട് മാറ്റി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു ജോസ് ഇത് മാറ്റി വെച്ചാൽ ശരിയാവൂല, പെട്ടെന്ന് തന്നെ പോണം. ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് വേളാങ്കണ്ണി പള്ളിയിലും കൂടെ ഒന്ന് പോകാം. പള്ളി ട്രിപ്പിന് എന്നെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. അടുത്ത ആഴ്ച ആള് പോകും, മനസ്സിലായി. അതിന് വേളാങ്കണ്ണി പോണം. അത് തന്നെ സംഭവം. അടുത്ത ആഴ്ച ഹന്ന ചേച്ചി പോകുന്നു. വേളാങ്കണ്ണി ഭയങ്കരമായിട്ട് മാറി കേട്ടോ. പണ്ട് വന്നത് നമ്മൾ അന്ന് ഫാമിലി എല്ലാവരും കൂടി വന്നേക്കും. അതിനുശേഷം ഇപ്പോഴാണ് ഞങ്ങൾ 3 പേരായിട്ട് വരുന്നത്. ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അഷ്ന, ജിത്തുജാൻ, ആനി, ജാനി ചേച്ചൻ എല്ലാവരും ഉണ്ടായിരുന്നു. പണ്ട് അമ്മയൊക്കെയാണ് വരുന്നത് കണ്ടോ. ഇപ്പം ആ ജനറേഷൻ മാറി ഇപ്പൊ നമ്മളൊക്കെ വരാൻ തുടങ്ങി. കണ്ടോ ഇവിടെ നീ ഇതൊരിക്കും വേളാങ്കണ്ണി വന്നിട്ടുണ്ടോ? കുഞ്ഞില് എത്ര ഓർമ്മയില്ല, ഭയങ്കര ചെറുതില്. മമ്മീനെ ഞാൻ വിളിച്ച് ചോദിച്ചു ഞാൻ വന്നിട്ടുണ്ടോ ഓർമ്മയില്ല. വേളാങ്കണ്ണി മൊത്തം 8 പള്ളിയുണ്ടല്ലേ? 7-8 ഉണ്ട്. 8 പള്ളിയുണ്ട്. ചാപ്പല് കുറെ ഉണ്ട്. അതുകൊണ്ട് കണക്ക് കറക്റ്റ്. ചാപ്പല് കുറെ ഉണ്ട്. ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ 7-8 പള്ളിയുണ്ട്. അത് ചിലത് പുതിയ പള്ളി, ചിലത് പഴയ പള്ളി, ചിലത് വലിയ പള്ളി. എല്ലായിടത്തും മലയാളം പൂജ നടക്കും, ഇംഗ്ലീഷ് പൂജ നടക്കും, ഹിന്ദി പൂജ നടക്കും, തമിഴ് പൂജ നടക്കും, തെലുങ്കൊക്കെ നടക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം സീസൺ ടൈം അല്ല വന്നത്, അതുകൊണ്ടാണ് തിരക്കുറവ്. അല്ലെങ്കിൽ ഫുൾ ആളായിരിക്കും, നടക്കാനും പോലും പറ്റില്ല. അമ്പലത്തിൽ വന്ന് പള്ളി വന്ന് ഒരു മുസ്ലിം പള്ളി കൂടെ പോയാൽ മതിയായിരുന്നില്ലേ? നേർച്ച എനിക്ക് മാത്രമല്ല, ഇനിയുണ്ട് ആളുകൾ. ഗൈസ് ഞങ്ങളപ്പോൾ ഇതിനാണ് ഗൈസ് വേളാങ്കണ്ണി വരെ വന്നത്, ഈ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നേർച്ചയെല്ലാം കഴിഞ്ഞു. നിങ്ങളെല്ലാം പോയി നേർച്ച ഇട്ടാലേ തീരത്തുള്ളൂ. എങ്ങനെയുണ്ട്? എന്നെ ഇഷ്ടപ്പെട്ടു. അത് ഗൈസ് അച്ചാച്ചന് എനിക്ക് പെട്ടെന്ന് ചിരി വന്നു. ആക്ച്വലി ഇത് ചിരിച്ചുകൂടാ ഗൈസ്, ഇത് നേർച്ചയാണ്, ഇത് നമുക്ക് ചിരിക്കാൻ പാടില്ല. എൻ്റെ അച്ചാച്ചനായിട്ട് ഞാൻ തിരിച്ചു ആദ്യം ബാക്ക് വെട്ടിക്കൊണ്ടിരുന്നു. ഇല്ല ഇവിടെ വെട്ടിക്കൊണ്ടിരുന്ന സീനില്ലായിരുന്നു. ഇവിടെ വെട്ടിയപ്പോൾ ഞാൻ കണ്ടില്ല, അതാണ് ഫേസ് അപ്പർ സൈഡായിരുന്നു. ഇങ്ങൊന്ന് തിരിഞ്ഞ് അല്ല കുറെ നാളായിട്ടുള്ള നേർച്ചയാണ്. ഭയങ്കര ഇതിന് ചിരിച്ചുകൂടായിരുന്നു. ആക്ച്വലി എന്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ തിരിച്ചത്. അത് തെറ്റാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നിറയെ മുടിയല്ല തോന്നുന്നത് കേട്ടോ. നേർച്ചയില്ല, അങ്ങനെ വിചാരിക്കരുത്. അത്ര എന്തൊരു 4 മാസം.
അങ്ങനെ പള്ളി വന്ന് നേർച്ച ഇട്ടു, നേർച്ച കാണിച്ചു, എല്ലാം ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ജപമാല മേടിക്കണം അല്ലേ ഗൈസ്? ഇപ്പൊ വേളാങ്കണ്ണി ഓഫ് സീസൺ ആണ്, എന്നാലും ഇവിടെ തിരക്കുണ്ട് കേട്ടോ. ഫുള്ള് മലയാളീസാ. വെക്കേഷൻ ടൈം അല്ലേ പിള്ളേർക്കൊക്കെ. ഫ്രീ ടൈം നോക്കി അങ്ങനെ വരും. പോയാലോ? വീട്ടിലെത്തി. വീട്ടിൽ ആരും കണ്ടില്ല. നമ്മുടെ ഈ സർപ്രൈസ് എന്തായിരിക്കും? അമ്മയെ അഞ്ചു കൊടുക്കാം. നോക്ക് എന്തിനിങ്ങനെ വെട്ടി? നേർച്ചയല്ലേ? നേർച്ച ഈ പുറത്തിറങ്ങുമ്പോ എങ്ങനെ? എന്തോ പുറത്തിറങ്ങുമ്പോ 4 മാസം പിടിക്കും. നീ വീട്ടിനകത്ത് തന്നെ ഇരിക്കും. വേളാങ്കണ്ണി നേർച്ച സത്യം പറ, കൊള്ളാമാ? കൊള്ളാമാ? കൊള്ളാമോ? കൊള്ളാം. നിനക്ക് അടിക്കാമോ ഇങ്ങനെ? ഞാൻ നിൽക്കുമ്പോ ചിന്തിക്ക് എന്റെ മോനെ ഇവിടെ കൊണ്ടുവരണം. എനിക്ക് ഒരു നിയോഗം. ഞാൻ നേർന്ന് ഞാൻ എടുത്ത്. ഞാൻ നേർന്ന നീ ഇങ്ങനെ എടുക്കുവായിരുന്ന? ഞാൻ നേർന്ന് ഞാൻ എടുത്ത്. ഇപ്പൊ നേർന്നൊന്നുമല്ല, 4 വർഷം മുമ്പ് നേർന്നു. ഇത്രയും നിനക്കാണ്, ആ കവർ ഫുള്ള് നിനക്കാണ് വാവേ. അമ്മ അത് ആംഗ്രി ബാഡ്. അമ്മക്ക് സന്തോഷം, എനിക്കിതാണ് ആവശ്യം. ഞങ്ങളുടെ വേളാങ്കണ്ണി ഗിഫ്റ്റ് എല്ലാ അമ്മമാരായിട്ട് എടുക്കുക. താങ്ക് യു.